പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും റമളാൻ മുബാറക്ക്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കൊയിലാണ്ടി ജുമാഅത്ത് പള്ളിയിലാണ്. അവിടുത്തെ നോമ്പുതുറ, അത്തായം ഇവയുടെയൊക്കെ വിശേഷങ്ങൾ പകർത്താനാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ജുമാഅത്ത് പള്ളിയിലെ നോമ്പുതുറയും അതുപോലെ തന്നെ അത്തായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കൊയിലാണ്ടി ജുമാഅത്ത് പള്ളിയിലെ നോമ്പുതുറയുടെയും അത്തായത്തിന്റെയും ഒക്കെ തന്നെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. പതിറ്റാണ്ടുകളായിട്ട് ജുമാഅത്ത് പള്ളി കമ്മിറ്റി നടത്തി വരുന്ന ഉദാരമതികളുടെ സഹായത്തോടുകൂടി നടത്തി വരുന്ന ഒരു വലിയ സൽക്രമം തന്നെയാണ് ഈ ഒരു നോമ്പുതുറയും അത്തായവും. അപ്പോൾ അതിന്റെ കുറെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ പകർത്തി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കൊയിലാണ്ടി ജുമാഅത്ത് പള്ളിയിലെ അത്തായത്തിന്റെയും അതുപോലെ തന്നെ നോമ്പുതുറയുടെയും ഒക്കെ തന്നെ മനോഹരമായ കാഴ്ചകളാണ് സാക് സഫാരിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ചെറിയ നോമ്പ് തുറന്ന് കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരവും സുന്നത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിശാലമായ ഹാളിൽ ഇവിടെ ഭക്ഷണ വിതരണമാണ്. ഇന്നലെ ഞാൻ ഇത് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഇവിടെ പെറോട്ടയും ചിക്കൻ കറിയുമായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയും മാത്രമല്ല, നെയ്ച്ചോറുണ്ടാകും, ബിരിയാണി ഉണ്ടാകും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വളരെ രുചികരമായ ഭക്ഷണങ്ങൾ, അത് മനസ്സും വയറും നിറച്ച് അവിടെ എത്തുന്ന എല്ലാവർക്കും, അത് ചെറിയവരാവട്ടെ വലിയവരാവട്ടെ മുസാഫിങ്ങളാവട്ടെ നാട്ടുകാരാവട്ടെ, എല്ലാവർക്കും മനസ്സും വയറും നിറച്ച് കൊടുക്കുന്ന വലിയൊരു പുണ്യകർമ്മം തന്നെയാണ് പതിറ്റാണ്ടുകളായി ജുമാഅത്ത് പള്ളി കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നത്, യാത്രക്കാരടക്കമുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വലിയൊരു സൽക്കർമ്മം. അത് ചെറിയ നോമ്പുതുറയിൽ തുടങ്ങി പിന്നീട് നിസ്കാരം കഴിഞ്ഞ് ഈ ഒരു സെഷനിലെത്തുന്നത് വരെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വൈകാരികമായിട്ട് ഉള്ള ഒരു ഷൂട്ട് കൂടിയ. കാരണം ഇതിൻ്റെ ആദ്യകാലങ്ങളിൽ ഇവിടെ ഭക്ഷണം പാകം ചെയ്തിരുന്നത് എൻ്റെ വല്ലുപ്പയായിരുന്നു, ഉമ്മാടെ വാപ്പ നല്ല കുക്കായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനായിരുന്നു ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുള്ളത്. അന്നേരം ഇത്ര വലിയ ഫെസിലിറ്റി ഹാളൊന്നും ഉണ്ടായിരുന്നില്ല. പള്ളിയുടെ തൊട്ട് പുറകിൽ ഇപ്പോൾ ഖാദി ഹൗസ് നിൽക്കുന്ന ഭാഗത്തായിരുന്ന ഒരു ഹാള്, അവിടെ വെച്ചിട്ടായിരുന്നു വല്ലുപ്പ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഇതുപോലെ വരുന്ന ആളുകൾക്കൊക്കെ കൊടുത്തത്. അവർ താമസിക്കുകയും പള്ളിയിലാണ്. റമദാൻ 1 മുതൽ പള്ളിയിലെത്തുന്ന ആളുകളുണ്ട്, അവർ താമസിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വീട് പോലെ ഒരു ഗൃഹാതുരത്വം ഈ കമ്മിറ്റി അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാം, മുത്തായം കഴിക്കാം, അത് കഴിഞ്ഞ് പുലർച്ചെ അത്തായമുണ്ട്, അത്തായം കഴിച്ച് നോമ്പെടുക്കാം. അതിനൊക്കെയുള്ള ഒരു വലിയ സൗകര്യം പള്ളി കമ്മിറ്റി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് ഈ ഒരു സപ്പര്യ കൊയിലാണ്ടി ജുമാഅത്ത് പള്ളി കമ്മിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പകർത്താതെ ഒരു റമദാൻ്റെ എപ്പിസോഡ് പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇതൊക്കെ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള തമാം ആഷിംകി, മമത ഖാദർക്കയുടെയൊക്കെ നേതൃത്വത്തിലാണ് ദിവസവും ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പള്ളി കമ്മിറ്റിയുടെ സലീംക അടക്കമുള്ള, ആഷിംകി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ചിട്ടാണ് ഇത്രയും വലിയൊരു സംഭവം അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സൽക്കർമ്മം അവിടെ ഇങ്ങനെ നടത്തിപ്പോകുന്നത്. പതിറ്റാണ്ടുകളായി എന്ന് പറയാം. ഒരുപക്ഷെ കൊയിലാണ്ടിയുടെ നോമ്പുതുറയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു ചരിത്രം തന്നെയാണ് കൊയിലാണ്ടി ജുമാഅത്ത് പള്ളിയുടെ നോമ്പുതുറക്കുള്ളത്. കാരണം വിഭവ സമൃദ്ധമായ ഭക്ഷണം മാത്രമല്ല, മനസ്സും വയറും നിറക്കുന്ന പെരുമാറ്റം കൊണ്ട് ഇവിടെ എത്തുന്ന എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു നോമ്പുതുറ എന്ന് പറയുന്നത്. കുട്ടികളടക്കമുള്ള ആളുകൾ വന്നിരുന്ന് ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക. ഇവിടെ ഒരു ബുഫേ സിസ്റ്റം പോലാണ് ഇവിടുന്ന് ഭക്ഷണം വാങ്ങി ടേബിളിൽ ഇരുന്ന് കഴിക്കുക. അപ്പോൾ ഒരുപാട് പേർക്ക് ആശ്രയമാണ് ഈ ഒരു നോമ്പുതുറ. അപ്പോൾ ആ നോമ്പുതുറയുടെ ഒരു മനോഹരമായ കാഴ്ച പകർത്താൻ സാധിച്ചു എന്നുള്ളതിന് വലിയൊരു സന്തോഷമുണ്ട്. ഇതിന്റെ പിറകിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഖാദർക്കയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ സർവിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ വന്ന്, ഉസ്താദുമാരടക്കമുള്ള ആളുകളൊക്കെ വന്നിട്ട് ഭക്ഷണം വാങ്ങുന്നുണ്ട്. യാത്രക്കാർ, അതുപോലെ തന്നെ ജോലിക്ക് വരുന്ന ടൗണിലെത്തുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ്
ഇവിടെ ഭക്ഷണ വിതരണം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടുത്തെ നിന്ന് എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ടേ അവർ വിടാറുള്ളൂ. അത് പിന്നെ മുസാഫിരിങ്ങളോ നാട്ടുകാരോ കുട്ടികളോ ആരായിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിശാലമായൊരു ഹാളും കാര്യങ്ങളൊക്കെ ആയി. ഇവിടെ ഇപ്പോൾ ദർസൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ സൗകര്യങ്ങൾ കൂടി ഈ നോമ്പുതുറക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ പുലർച്ചെ 4:15 4:30 മണിയായി. ഇവിടെ അത്താഴ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്താഴ വിതരണം. അപ്പോൾ ഇവിടുന്ന് അത്താഴം കഴിച്ചു നോമ്പ് അനുഷ്ഠിച്ച് ഇവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് മുസാഫിരിങ്ങൾക്ക്. നോമ്പ് മുറിച്ചു അതുപോലെ തന്നെ മുത്തായൊക്കെ കഴിക്കാനൊക്കെ ഉള്ള വിപുലമായൊരു സൗകര്യം തന്നെയാണ് കൊയിലാണ്ടി ജുമുഅത്ത് പള്ളി കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ചരിത്രം ഏറെ പറയാനുള്ള കൊയിലാണ്ടി ജുമുഅത്ത് പള്ളി കമ്മിറ്റിക്ക് ഇതും ഒരു മഹിതമായ ചരിത്രം തന്നെയാണ്. പതിറ്റാണ്ടുകൾ പിന്നിടുന്ന കൊയിലാണ്ടി ജുമുഅത്ത് പള്ളി കമ്മിറ്റിയുടെ നോമ്പുതുറയുടെയും അതുപോലെ തന്നെ അത്താഴത്തിൻ്റെയും വിശേഷങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഓക്കെ, തൽക്കാലം നിർത്തുന്നു.